കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു മിടുമിടുക്കണ്ട ഒരു ഉണ്ണിക്കണ്ണൻ ആ മുട്ടുകുത്തി കൊണ്ടാണ് നിൽക്കണതെന്ന്. ആ മുട്ടുകുത്തി കൃഷ്ണേട്ടാന്ന് ശ്രീലകത്ത് നിൽക്കണ ആ കുഞ്ഞി കാലുമേലത് ആ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മണിമാല പോലെ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കൈ നിലത്ത് കുത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഓടക്കോഴി പിടിച്ചിട്ടുണ്ട്. വലത്തെ കൈ കൊണ്ട് മുന്നിലൊരു പാത്രത്തിൽ അതൊരു സ്വർണ്ണ തളികയിൽ വെണ്ണ വെച്ചിട്ടുണ്ട്. ആ വെണ്ണ വാരി കഴിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടാന്ന് ചാർത്തി. എന്തൊരു കൗതുകം അറിയോ. നല്ല ഭംഗിയുണ്ട് ആ വെണ്ണ വാരി കഴിക്കണം. വെണ്ണക്കണ്ണനെ കാണാൻ കേട്ടോ. വെണ്ണ കൊതിയനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മുട്ടുകുത്തി വന്നിട്ട് ആ വെണ്ണപ്പാത്രത്തിൽ നിന്ന് വെണ്ണ കഴിക്കുകയാണ്. ഇടത്തെ കൈ ഇങ്ങനെ നിലത്ത് കുത്തിയിട്ടുണ്ട്. ഓടക്കോയുടെ കയ്യിലുണ്ട് ഇടത്തെ കയ്യിൽ. വലത്തെ കൈ കൊണ്ട് വെണ്ണ വാരി കഴിക്കുക. വെണ്ണ വാരി കഴിക്കുമ്പോൾ എങ്ങനെയാ വെണ്ണ വായന്ന് ഇങ്ങനെ ചുറ്റു വീഴുന്നുണ്ട്. നല്ല കൗതുകം. ഇതെല്ലാം നമ്മുടെ സന്തോഷത്തിന് ശ്രീലകത്ത് ഇങ്ങനെ അമ്പാടിയിലെ കാഴ്ചകൾ ഇങ്ങനെ കളഭം ചാർത്തിക്കൊണ്ടിരിക്കുക. അതൊരു കൗതുകമല്ലേ. രണ്ട് ചെവിയിലും ഗോപീതിലകം, നെറ്റിയമ്മിൽ ഒരു ഗോപീതിലകം, നല്ല മന്ദഹാസം, വെണ്ണ കെട്ടിയ സന്തോഷം മുഴുവൻ ആ മുഖത്തുണ്ട്. അത്ര രസമായിട്ട് പുഞ്ചിരി തൂക്കി കൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനാട്ടോ ശ്രീലകത്ത്. നല്ല സന്തോഷം കണ്ട മുട്ടുത്തി വന്നിട്ട് വെണ്ണ കഴിക്കണ രംഗം അമ്പാടിയിലത്തെ ആ രംഗം തന്നെയാണത്. അത്ര രസമായിട്ട് ആ ഉണ്ണിക്കണ്ണനെ കാണാനും നല്ല കൗതുകം. മുഖമൊക്കെ നല്ല ഭംഗിയുണ്ട്. കളഭം കൊണ്ട് അങ്ങനെ ഒറ്റ പീലി ചാർത്തിയിട്ടുണ്ട്. അതെല്ലാം കൗതുകമുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കുന്നത്. ചുവന്ന താമര, തുളസി, തെച്ചി. അങ്ങനെ മൂന്നും കൂടി നല്ല ഭംഗിയുള്ള ഒരു തടിച്ചുരുണ്ട ഒരു ഉണ്ടമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട് ചെറിയ ഉണ്ണിക്കണ്ണന്. തിരുമുടി മാലയായിട്ട് 3 എണ്ണമാണ് ചാർത്തിരിക്കുന്നത്. ഒന്ന് വെളുത്ത അന്ത്യാർവട്ടം കൊണ്ട് ഒരു തിരുമുടി മാല, പിന്നെ തെച്ചിപ്പൂ കൊണ്ട് ഒരു തിരുമുടി മാല, പിന്നെ താമരപ്പൂ മാത്രമായിട്ട് തിരുമുടി മാല. അങ്ങനെ 3 തിരുമുടി മാലകളും ചാർത്തിയിട്ട് ഒരു ഉണ്ടമാലയും ചാർത്തിനെ. അതിൻ്റെ നടുവിലാണ് പൊന്നുണ്ണി കണ്ണൻ അങ്ങനെ മുട്ടുകുത്തി വന്നിട്ട് ആ വെണ്ണപ്പാത്രത്തിൽ നിന്ന് വെണ്ണ വാരി കഴിക്കുന്നതായിട്ട് ചാർത്തിരിക്കുന്നത്. നല്ല കൗതുകം ഉണ്ടിട്ട് കാണാൻ ഉണ്ണി കണ്ണനെ. അത്ര രസമായിട്ട്. അതുപോലെ ആ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് അത് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തുളസിപ്പൂ മാത്രമായിട്ട് അതും നല്ല കൗതുകമുണ്ട്. കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള ഉണ്ടമാലകളാണ് വിധാനമായിട്ട് ചാർത്തിയിരിക്കുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണീയം ദശകം 99 അത് 100 ശ്ലോകം 2 മലയാള വിവർത്തനം. നീലം നന്നായി ചുരുണ്ടും ഘനമമലതരം ഭംഗിയിൽ കെട്ടിവെച്ചും രത്നച്ചാർത്താർന്ന ഭൂഷ നവനതതിവഴും പിഞ്ചികാജാലമോടും മന്ദാര പുഷ്പമാല വലയിതകപരീഭാരവും സ്നിഗ്ധഗോപി പൊട്ടും ഛേദം കിശോര ശശിയൊടു സമമാം ബാലവും കാൺമുരമ്യം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ മുട്ടുകുത്തി വന്നിട്ട് അമ്പാടിയിലാണ് രംഗാണ്. മുട്ടുകുത്തി വന്നിട്ട് വെണ്ണപ്പാത്രത്തിൽ നിന്ന് ഒരു സ്വർണ്ണത്തളികയിൽ വെണ്ണ നിറയെ വെച്ചിട്ടുണ്ട്. യശോദം ആ വെണ്ണ വാരി ഇങ്ങനെ കഴിക്കുകയാണ്. അങ്ങനെ ആ വെണ്ണക്കണ്ണനെ കണ്ടിട്ട് നല്ല സന്തോഷത്തിലാണ് ഞാൻ. ആ മുട്ടുകുത്തി വരുന്ന പൊന്നുണ്ണിക്കണ്ണൻ തൃപ്പാദം ഇങ്ങനെ പിന്നിൽ ഭാഗത്തേക്ക് നിൽക്കുകയാണ്. ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ചിട്ട് ആ വെണ്ണ കഴിച്ച് സന്തോഷിക്കണ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. നാമം ജപിക്കല്ലേ നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.